ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ പുതിയൊരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കർണാടകയിലെ ബണ്ടാവാല പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന, ബണ്ടാവാലയിൽ നിന്നും ഒരു 5 കിലോമീറ്റർ കുറച്ച് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ശിവ ടെമ്പിളിലായിട്ടാണ് പോകുന്നത്. അതൊരു കുന്നിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നൊരു ടെമ്പിളാണ്. അപ്പോൾ ആ ടെമ്പിളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നല്ല വെയിലുണ്ട്, എനിക്ക് നേരെ മേലോട്ട് നോക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ടെമ്പിളിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എന്നും പറയുന്ന പോലെ എന്നോടൊപ്പം യാത്ര ചെയ്യാം, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ലാസ്റ്റ് വെഞ്ചേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോയിക്കൊണ്ടിരിക്കുന്ന വഴിയുള്ള കാണുന്നത്, അതായത് താഴ്ന്ന് കയറി കുറച്ചുകൂടി നടന്നപ്പോൾ ചെറിയ നല്ല റോഡ്. ഇപ്പോൾ പോകും തോറും ഇതാ കാണുന്ന മല കണ്ടോ, ആ മലേൻ്റെ മേലോട്ടോ നമ്മൾ പോകുന്നത്. വഴി അറിയില്ലല്ലോ, പോയി നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ മെല്ലെ നടന്ന് കയറി വന്നപ്പോൾ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ഇരുന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. നല്ല വ്യൂ കേട്ടോ ഇവിടെ നിന്ന് നോക്കാം. അപ്പോൾ ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് വ്യൂ കാണാൻ. നമ്മളിപ്പോൾ ആ കാണുന്ന മലയ്ക്കാട്ടോ പോകുന്നത്, അതിൻ്റെ മേലേക്കാണ് പോകുന്നത്. കുറച്ച് നടക്കാനുണ്ട്, ചെറിയ വെയിലുമുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളി റോഡ് കേട്ടോ. ഇപ്പോൾ ഗൈസ് നമ്മൾ ഒരു 100-500 മീറ്റർ നടന്നിട്ട് പിന്നെ എൻട്രൻസിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതാണ് ഇവിടുത്തെ മുന്നത്തെ അവസ്ഥ. അത്യാവശ്യം വലിയ ആളുകളൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഇവിടെ കുറേ കുരങ്ങളെ കാണാൻ കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, 1-2 ഇഷ്ട കണക്കിനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നരഹരി ഹിൽസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മേലെ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്, ശിവൻ്റെ ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ പോകണമെങ്കിൽ ഇഷ്ടംപോലെ കുരങ്ങളെ കാണാൻ കഴിയും. കുറേ സ്റ്റെപ്പ് ഉണ്ട്, മേലെ വരെ കയറാനുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ യാത്ര. തുടങ്ങിയിട്ടുണ്ട് യാത്ര. ഉണ്ടല്ലേ, കുരങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. നോക്കാം, പേടിയെന്ന് പറഞ്ഞ സാധനമില്ല കേട്ടോ. ഉണ്ട് ചെറുതായിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് സ്റ്റെപ്പ് കയറി വന്നു. കുറേ സ്വാമിമാരൊക്കെ പോകുന്നുണ്ട് കേട്ടോ, മലയ്ക്ക് വന്നവരാണ്. അപ്പോൾ ചെറിയൊരു ഒരുപാട് നമ്മൾ ഇന്നലെ കയറിയ അത്ര വലിയ, കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ, അത്ര വലിയ മലയൊന്നുമല്ല, പക്ഷേ കുഴപ്പമില്ലാത്ത നല്ലൊരു മല കേട്ടോ. കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഇവിടെ 2 തരമായിട്ട് നമുക്ക് മേലേക്ക് ചെല്ലാം. ഒന്ന് ഇങ്ങനെ നടന്നും കയറാം, അല്ലാതെ നമുക്ക് ഇങ്ങനെ ഇതുപോലെ റോഡ് മാർഗ്ഗമായിട്ട് വാഹനങ്ങളിലോ ബൈക്കിലോ കാറിലൊക്കെ വരുന്ന ആളുകൾക്ക് ഇത് എങ്ങനെ നടന്നില്ല കേട്ടോ. നരഹരി ഹില്ല് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം നടന്നെത്തിയാണ്ടില്ലേ, കുറച്ച് ദൂരം നടന്നെത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും ചെറിയൊരു മലയും അതുപോലെ തന്നെ കുഞ്ഞു കാടും അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ സ്റ്റെപ്സ് ഉണ്ട് ഇതുപോലെ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ 3 സ്റ്റെപ്സ് താഴ്ന്ന് സ്റ്റെപ്പ് കയറി വന്നാണ്. ഇനി ഇതാ അവിടെ നിന്ന് ഇങ്ങനെ പോകാനുണ്ട്. ഇങ്ങനെയൊക്കെ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരിക്കും, വീഡിയോ അടിപൊളിയായിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, നല്ല നല്ല കാഴ്ചകൾ ഇരുന്നുണ്ട്. അപ്പോൾ മിസ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ കഴിച്ച് നമ്മളിപ്പോൾ കുറച്ച് ദൂരം കയറി, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് കേട്ടോ. അപ്പോൾ റോഡ് ഇങ്ങനെ പോകുന്നു, അതായത് ഇങ്ങനെ പോയി ചുറ്റി അങ്ങനെ പോകുന്നു കേട്ടോ. കൂടെ ഇതിന് സ്റ്റെപ്പോടെ തൊട്ടപ്പുറത്തായിട്ട് റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്, കണ്ടില്ല. അപ്പോൾ കുറച്ച് അങ്ങനെ കയറിയിട്ട് ഇവിടെ എത്തി. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് കയറാനുണ്ട്. ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ, അങ്ങനെ കയറി ഇങ്ങനെ പോകണം കേട്ടോ. മല എത്തണ വരെ മേലെ കയറി ഇങ്ങനെ പോകണം. കൂടെ നമ്മുടെ സുഹൃത്തുണ്ട്. ഇവിടെ ഇപ്പോൾ എന്തൊക്കെയോ ചെറിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കയറാം കേട്ടോ. വഴിയിലുള്ള നല്ല നല്ല കാഴ്ചകൾ കാണിച്ചു തരാം. നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കുറച്ച് ദൂരം വീണ്ടും കയറി വന്നിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ എത്തിയിട്ടോ മല. ഇത്രേ ഉള്ളൂ, വലിയ ദൂരമൊന്നുമില്ല. ഇനി ഇവിടുന്ന് അങ്ങനെ കയറിയിട്ട് ഇതാ ആ ഒരു ഏരിയയും കയറിയിട്ട് ഇവിടെ എത്തും. അപ്പോൾ കണ്ട താഴെ മേലെ വരെ റോഡ് പോകുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. കുറേ സ്കൂൾ പിള്ളേരൊക്കെ അവിടെ നിൽക്കണ കാണാൻ കഴിയും, കണ്ടില്ലേ. നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ. ഭയങ്കര ചൂടുണ്ട്, അല്ലെ കാറ്റ് വരെ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. കാറ്റൊക്കെ ഭയങ്കര കുറവാണ്, പക്ഷെ കൊള്ളാട്ടോ. പക്ഷേ നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാഴ്ചകളായിട്ട് കാണുന്നത് എന്ത് രസമല്ലേ. കർണാടകയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഇതുപോലെ സ്പോട്ടുകൾ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. നമുക്ക് എണ്ണിയെത്തിയില്ല അത്രയും സ്പോട്ടുകൾ, ഇതുപോലെ ഹില്ലായിട്ടുള്ള ഏരിയകൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കി കാണാം, നമുക്ക് എണ്ണാൻ കഴിയില്ല, അത്രത്തോളം ഉണ്ട് കേട്ടോ. അതിൽ മെയിനായിട്ടുള്ള കുറച്ച് പ്ലേസിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അവിടെ നിന്ന് എൻ്റെ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ ഗൈസ്, എന്ത് രസമല്ലേ.
അവിടെ ചെറിയൊരു കുന്ന് കാണാൻ കഴിയും. അവിടെ ചെറിയൊരു കുന്ന് കാണാൻ കഴിയും. അങ്ങനെ കുറേ കുന്നുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കയറാം കേട്ടോ. ഇനി അമ്പലത്തിൻ്റെ മേലെ കയറി, ടെമ്പിളിൻ്റെ മേലെ കയറി അവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകളും വ്യൂകളും എല്ലാം നമുക്ക് കാണാം. സുഹൃത്തുക്കൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടോ വണ്ടിയിലൊക്കെ വരാം കേട്ടോ. എവിടം വരെ എൻട്രൻസ് വരെ വണ്ടി പോകും. അവിടം വരെ വണ്ടി പോകും. കണ്ടല്ലേ, ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. നൈസ് വ്യൂ അല്ലേ. ചെറിയ കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് മേലെ എത്തിയപ്പോൾ അവിടെ കുറേ ലോറിയും ബസ്സൊക്കെ കാണാൻ കഴിയും. അതൊക്കെ ഉണ്ട്, കുറേ ലോറിയും ബസ്സൊക്കെ കാണാൻ കഴിയും. നമ്മളിപ്പോൾ ഇത്രയും ലോങ് ആട്ടോ നിൽക്കുന്നത്. ഇവിടെ മുന്നിൽ തന്നെ ചെറിയൊരു എന്തൊക്കെയോ ടിക്കറ്റ് കൗണ്ടർ അങ്ങനെ എന്താ തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. കണ്ടില്ലേ, മുന്നിൽ 2 കാളയെ പശുവോ അതിൻ്റെ ഒരു പ്രതിമയൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല അടിപൊളി അമ്പലം ഉണ്ടോ. ഇവിടെ നല്ല വ്യൂ ഇതൊക്കെയാണ്. അതിൻ്റെ മേലത്തെ പോർഷൻ ഒന്നും അത് ക്ലിയർ നല്ല വിസിബിളായി കാണുന്നില്ല എല്ലാ ഭാഗത്തും. നൈസ്, ഒരു രക്ഷയില്ല. ഇവിടെ ഇരിക്കാൻ കുറേ ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു ശരിക്കൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. പിന്നെ താഴത്തോട്ട് എന്തൊക്കെയോ അവിടെ നിന്ന് നടന്ന് ഇറങ്ങി താഴെ നിന്ന് ഇരിക്കാനുള്ള കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ട്. അതായത് ചെറിയൊരു കുളമല്ല, ചെറിയൊരു കുഴിയിലുള്ള വെള്ളം എന്താ കെട്ടി നിൽക്കുന്നുണ്ട്. അത് കുളം തന്നെയാണ് തോന്നുന്നു കേട്ടോ. കാലൊക്കെ കഴുകാൻ പറ്റും. സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. കണ്ടില്ലേ, ചെറിയൊരു അമ്പലം, നല്ല ഭംഗിയുള്ളൊരു അമ്പലം, മലയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു അമ്പലം കേട്ടോ. ശിവ ടെമ്പിളാണ്. ഇനിയും കുറേ കാണാനൊക്കെ ഉണ്ട്. നമുക്ക് താഴെ ഇറങ്ങി നോക്കാം കേട്ടോ. ഇനി ഇവിടുത്തെ താഴത്തെ കാഴ്ചകൾ കുഴപ്പമില്ലടാ. നല്ല ചൂടുണ്ട് കേട്ടോ. കാണാൻ വരുന്നില്ല, ചൂടുണ്ട്, കാലൊക്കെ പൊള്ളുന്നുണ്ട്. ക്ഷേത്രം ആയതുകൊണ്ട് ചെരുപ്പിട്ട് കയറാൻ കഴിയില്ല, അതുകൊണ്ട് കാലൊക്കെ പൊള്ളും. എല്ലാത്തിനും റെഡി ആയിട്ട് വേണം ഇവിടെ വരാൻ. പിന്നെ അതാട്ടോ ശരിക്കും ഒരു വ്യൂ പോയിൻ്റ്. അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം അവിടുത്തെ കാഴ്ചകൾ. ഇതാണ് ഞാൻ പറഞ്ഞ കുളം. കണ്ടില്ലേ, കുളം എന്നല്ല, ചെറുതായിട്ടൊരു പാറൻ്റെ ഇടയിലൊരു ഹോള്, അതിൽ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. മീനൊക്കെ ഉണ്ട്, മീനൊക്കെ ചേർന്നുണ്ട്. നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടുത്തെ കാഴ്ച കാണിച്ചു തരാം. കണ്ടില്ലേ, വലിയ വൃത്തിയൊന്നുമില്ല കേട്ടോ കുളം, ഇവരെ മോശമാണ്. അതാണ് ശരിക്കുള്ള വ്യൂ പോയിൻ്റ്. ഇത് കാണിക്കാനാണ് അവിടെ വരെ എത്തിയത്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. താഴെ കുറേ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടും വെയിലൊക്കെ ഉണ്ട്. നല്ല വെയിലാട്ടോ. അലാക്കിൻ്റെ വെയിലാണ്. വെയിൽ മാത്രം സഹിക്കാൻ കഴിയില്ല, നല്ല വെയിലുണ്ട്. കണ്ടില്ലേ, ഇവിടുത്തെ വ്യൂ നോക്ക് ഗൈസ്. എൻ്റെ മോനെ, വേറെ ലെവല്. ഇത് നോക്കടാ രാജാ, എന്തോ ഒരു ഭംഗിയിലാണ്. കണ്ണെത്താ ദൂരത്ത് പരന്ന് കിടക്കുന്ന വലിയൊരു ഭൂപ്രദേശം. അതിൻ്റെ ഇടയിൽ കൊച്ചു വീടുകളും സിറ്റികളും ചെറിയ കെട്ടിടങ്ങളും കാണാൻ കഴിയും. അവിടെ ചെറിയ റോഡും വലിയൊരു പ്രദേശമാണ്. അത്യാവശ്യം കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ വലിയ ആളുകളൊന്നുമില്ല. ഇവിടെ കുറച്ച് കാടുകളും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, ഇവിടെ വൈകുന്നേര സമയത്ത് ഇരുന്ന് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇപ്പോൾ ഇരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ ആകെ ഊപ്പാട് വരും, കാരണം അത്ര വെയിലാണ്. നമ്മളിപ്പോൾ എപ്പോഴും മലയേറുമ്പോൾ ഇതുപോലെ വെയിലുള്ള സമയത്ത് കയറുന്നുള്ളൂ, എന്താണെന്നറിയില്ല. അപ്പോൾ ഇതാട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. ഇനി മേലെ കയറി കുറച്ച് അവിടുത്തെ ബാക്കി കാഴ്ചകൾ കണ്ട് നമുക്ക് തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഗൈസ് അമ്പലം എന്ന് പറയുന്നത്, ഏറ്റവും മേലെ സ്ഥിതി ചെയ്യുന്ന അമ്പലം. അപ്പോൾ അതിൻ്റെ ഉള്ളോട്ട് കയറുന്നില്ല, കാരണം അനുവാദം ഉണ്ടാവില്ല തോന്നുന്നു. നമുക്ക് ചുറ്റിനുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. വലുതായിട്ട് ഒച്ചയിൽ സംസാരിക്കാനും കഴിയില്ല. ഒരു ടെമ്പിളാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള മര്യാദയൊക്കെ നമ്മൾ പാലിക്കണം. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി സംസാരിക്കാൻ പാടില്ല കേട്ടോ. അവിടെ കണ്ടില്ലേ, അതാണ് ഈ കാണുന്നതാണ് നമ്മൾ അപ്പോഴേ കണ്ട വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അമ്പലത്തിന് ചുറ്റിനുമായിട്ട് ഇതുപോലെ കണ്ടില്ലേ, കുറേയധികം ഓരോ പോയിൻ്റ് വ്യൂ ആയിട്ട് കുറേ പോയിൻ്റ് ഉണ്ട്. ചുറ്റിനും കാണാം ഈ കാഴ്ചകളൊക്കെ. ഈ 360 ഡിഗ്രിയിൽ അവിടെ മുതൽ അങ്ങനെ ചുറ്റി അങ്ങനെ ഫുള്ള് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറേ ഒരു ആൽമരമുണ്ട്. അല്ല, ആൽമരമല്ല കേട്ടോ, അത് വേറെ എന്താ മരമാണ്. ഉണ്ടല്ലോ, ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. വെയിലാട്ടോ, നല്ല വെയിലാണ്. കണ്ടില്ലേ, എൻ്റെ മുഖത്ത് ഗ്ലോ ചെയ്യുന്നില്ലേ. അപ്പോൾ അത്രത്തോളം വെയിലാട്ടോ. ഈ വെയിലത്ത് ഇങ്ങനെ മല കയറി വരുമ്പോൾ തന്നെ മതിയാവും. പിന്നെ വെള്ളമൊക്കെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് കുറച്ച് സ്റ്റാമിനയിൽ കയറാം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ടി വരും.
അപ്പോൾ ഏതായാലും കൊള്ളാം ഗൈസ്. നല്ല മേലെത്തുമ്പോൾ വലിയ ചൂടൊന്നും തോന്നുന്നില്ല, വെയിലുണ്ടെങ്കിലും വലിയ ചൂടറിയുന്നില്ല, നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ കൊള്ളാം കേട്ടോ, നല്ല നൈസ് പ്ലേസ്, നല്ല വൈബ് കേട്ടോ. ഒരു വലിയ പോസിറ്റീവ് വൈബ് പറയില്ലേ, നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കിട്ടിയ പോലെ. എന്തായാലും കൊള്ളാം കേട്ടോ. അമ്പലവും പരിസരങ്ങളും അടിപൊളിയാണ്. നമ്മൾ ഈ കണ്ട വെള്ളത്തിൽ ഒരാൾ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുറേ തവളകളെല്ലാം കാണുന്നുണ്ടോ? ഇഷ്ടംമാതിരി തവളകളുണ്ട് കേട്ടോ, 1-2 അല്ല, കുറേ തവളുണ്ട്. മൂപ്പരിപ്പോൾ ഇതിലാണ് കുളിച്ചത്. അപ്പോൾ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് പോവാം, അവിടെ എന്താ ഉള്ളതൊക്കെ കാണാം. എങ്ങനെ രാജ വെയിൽ? പൊളി വെയിലല്ലേ? ഇതൊന്നും ഇരിക്കാൻ കഴിയില്ല കേട്ടോ, ഇരുന്നാൽ ചന്തി ഉള്ളൂ, അത്ര വെയിലാ. ഇവിടെ കുറച്ച് തണലുണ്ട് രാജ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. ചെറിയ കുടിയൊക്കെ പറക്കുന്നുണ്ട്. ഇവിടെ റേഞ്ചിന് വേണ്ടി എന്തൊക്കെയോ ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ നരഹരി ഹില്ലിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ. ഇതിൻ്റെ മേലെ നല്ല ഭംഗിയുള്ളൊരു ടെമ്പിളും കണ്ടു. അപ്പോൾ അങ്ങനെയുണ്ട് ഇന്നത്തെ കുഞ്ഞ് വീഡിയോ, ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. ഇനിയും വഴിയെ നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ. എന്താ പറയുക, അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നമ്മുടെ കൂടെ കൂടുക കേട്ടോ. അപ്പോൾ വേറെ എന്താ പറയുക, ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി വീണ്ടും കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ.